സമാധാനമായില്ലേ? അതാണ് ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ക്രൈസ്തവ വിശ്വാസ പ്രമാണം 988. ഇത് വലിയ കാര്യമാണ്. ഞാനിത് പറയുന്നത്, ഇത് എൻ്റെ ജീവിതത്തിലൊരു ഉയർച്ച എനിക്കുണ്ടായത് ഈ ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസത്തിൽ എനിക്ക് സംശയമില്ലാണ്ടായപ്പോഴാണ്. ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വാസം. ക്രൈസ്തവ വിശ്വാസ പ്രമാണം, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലും ദൈവത്തിൻ്റെ സൃഷ്ടിപരവും രക്ഷാകരവും വിശുദ്ധീകരണാത്മകവുമായ പ്രവൃത്തിയിലും നമുക്കുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. അതാണ് വിശ്വാസ പ്രമാണം. മരിച്ചവരുടെ അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിലും നിത്യജീവനിലുമുള്ള പ്രഖ്യാപനത്തിൽ മകുടമണിയുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം, മകുടമണിയുന്നു. ഇറ്റ് കൾമിനേറ്റ്സ്. അപ്പോൾ സാധാരണ വിശ്വാസത്തിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ എല്ലാം നമുക്ക് യാതൊരു കുഴപ്പമില്ല. സൃഷ്ടിപരവും രക്ഷാകരവും വിശുദ്ധീകരണ ആത്മവുമായ പ്രവൃത്തിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസ പ്രഖ്യാപനം മരിച്ചവരുടെ അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിലും നിത്യജീവിതത്തിലും ഉള്ള പ്രഖ്യാപനത്തിൽ മകുടമണിയുന്നു. ഈ വാക്കാണ് എന്നെ സ്പർശിച്ചത്. മകുടമണിയുന്നു. കൾമിനേഷൻ, അതിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു കരുത്ത് ഉണ്ടാവുന്നത്. 991 സിസ്റ്റർ വായിച്ചോ. 991. മരിച്ചവരുടെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം ആരംഭം മുതലേ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്താപരമായ ഒരു ഘടകമായിരുന്നു. ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം മരിച്ചവരുടെ ഉയിർപ്പാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിലുള്ള ആത്മവിശ്വാസം, ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം, ഈവൻ ആത്മധൈര്യം, വിശ്വാസത്തിൻ്റെ കഴമ്പ്, ഇതെല്ലാം നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ആ പൂർണ്ണമായ വിശ്വാസത്തിലാണ്. നമ്മൾ ഉയർക്കും. മരിച്ചവരുടെ പുനരുത്ഥാനമില്ലെന്ന് നിങ്ങളിൽ ചിലർക്ക്, പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്നാണ്, 1 കൊരിന്ത്യർ 15 വിശദമായിട്ട് അത് ഇവിടെ എഴുതിയിരിക്കുന്നത്, വായിക്കാം. മരിച്ചവരുടെ പുനരുത്ഥാനമില്ലെന്ന് നിങ്ങളിൽ ചിലർക്ക് എങ്ങനെ പറയാൻ കഴിയും? എന്നാൽ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. ഓക്കെ, അപ്പം ഈ ഉയർപ്പിലുള്ള വിശ്വാസത്തിൻ്റെ എന്താണ് ഉയർപ്പ്? 997 മരിച്ചവർ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അതേസമയം മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. ഇത് ഒരുപക്ഷെ നമുക്കൊക്കെ അറിയായിരിക്കാം, എങ്കിലും ഒന്നും കൂടി അതിനെ പഠിക്കണം. മരണം എന്നാൽ എന്തോ വലിയ സംഭവിച്ചു എന്നല്ല വിചാരിക്കേണ്ടത്.
ഒരു സാഡ് സംഭവം സംഭവിച്ചു എന്നല്ല വിചാരിക്കേണ്ടത്. അതല്ല മരണത്തിൻ്റെ അർത്ഥം. മരണമെന്നാൽ ആത്മാവും ശരീരവും സെപ്പറേറ്റ് ആയെന്നേ ഉള്ളൂ. അത് രണ്ടും ഉണ്ട്. അത് രണ്ടിനും ഒരു ദൂഷ്യം സംഭവിച്ചിട്ടില്ല. ശരീരം ജീർണിക്കുന്നു. എന്തിനാണ് ജീർണിക്കുന്നത്? മൃത സംസ്കാരം, ശവ സംസ്കാരം. എന്തിനാണ് ജീർണിക്കുന്നത്? ആ ശരീരം സംസ്കരിക്കപ്പെടാൻ വേണ്ടിയാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ സ്വർണം സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഒരു ദൈവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്. കാരണം ദൈവം തന്നെയാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചത്. ഈ ശരീരം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ശരീരം ജീർണിക്കുമ്പോൾ ഇതിലെ ദൈവത്വം ജീർണിക്കുന്നില്ല. ഇപ്പോൾ സാധാരണ ചോദിക്കാറുള്ള, അപ്പോൾ ആ ദൈവത്വം എവിടെ പോയി? അതായത് സ്വർഗം ദൈവത്വം ആ ശരീരത്തിനെ ഉത്ഥാനം ചെയ്ത് നമ്മുടെ തന്നെ ആത്മാവിനോട് ഘടിപ്പിക്കുന്നത് ആ ശരീരത്തിൽ ഉള്ള ജീർണിക്കാത്ത ദൈവത്വമാണ്. അപ്പോൾ ശരീരം ജീർണിക്കുന്നു, ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അതേസമയം മഹത്വീകൃത ശരീരവുമായുള്ള ആത്മാവ് മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് വളരെ പ്രധാനമാണ്. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യുന്നു. ഒന്നെല്ലാവരും ഏറ്റുപറഞ്ഞ് വായിക്കാം. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. ഇപ്പോൾ നമ്മുടെ ശരീരം നശ്വരമാണ്. എന്നാൽ ഈ നശ്വരമായ ശരീരം അനശ്വരമാക്കും. നമ്മുടെ ആത്മാവ് അനശ്വരമാണ്. ആ ആത്മാവ് ദൈവത്തിലേക്ക് മരിച്ചപ്പോൾ തന്നെ പോയി. ആ ആത്മാവ് ദൈവത്തോടൊപ്പമുണ്ട്. ആ ആത്മാവിനോടൊപ്പം നമ്മുടെ ഇന്ന് ജീർണിക്കുന്ന ഈ ശരീരം അന്ത്യദിനത്തിൽ ഉത്ഥാനം ചെയ്ത് നമ്മുടെ ആത്മാവിനോട് ചേരും. ഇത് ചിലവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം വർദ്ധിപ്പിക്കണേ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ പഠിക്കണം. അങ്ങനെ ശരിയാവത്. കാരണം ദിസ് ഈസ് ദ ട്രൂത്ത്, ദിസ് ഈസ് ദ ഫാക്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിലുള്ള ചില പ്രശ്നങ്ങൾ. ചിലർ പറയും, ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പുനർജന്മം എന്ന ഒന്നില്ല വാസ്തവത്തിൽ. ഏത് ജാതിക്കാരനായാലും അവൻ ഒരിക്കൽ മാത്രമേ ജനിക്കുന്നുള്ളൂ. കാരണം അവനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായതുകൊണ്ട് അവൻ്റെ ജീവിതം അവസാനിക്കുന്നുണ്ടോ? അവൻ ഒരിക്കൽ, എവിടെയാണത്? 1013. മരണം മനുഷ്യൻ്റെ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ്. ദൈവിക പദ്ധതിക്കനുസൃതമായി തൻ്റെ ഭൗമിക ജീവിതം നയിക്കാനും തൻ്റെ പരമമായ ഭാഗധേയത്തെ
നിശ്ചയിക്കാനുമായി ദൈവം നൽകുന്ന കൃപാവരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമയത്തിൻ്റെ അന്ത്യമാണ് മരണം. ഭൗമിക ജീവിതത്തിൻ്റെ ഒരേയൊരു യാത്ര പൂർത്തിയായി കഴിയുമ്പോൾ നാം മറ്റ് ഭൗതിക ജീവിതങ്ങളിലേക്ക് തിരിക്കുന്നില്ല. മനുഷ്യൻ ഒരിക്കൽ മരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തിനു ശേഷം പുനർജന്മമില്ല. അപ്പം നമ്മളുടെ സമൂഹത്തിൽ മറ്റ് പല ജാതിക്കാരും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർക്കായാലും പുനർജന്മമൊന്നുമില്ല. വാസ്തവത്തിൽ അതൊരു മിത്താണത്. കാരണം അവരും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ പോലെ തന്നെയാണ്. എല്ലാവരും ദൈവം ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നും പറഞ്ഞിട്ടല്ല സൃഷ്ടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട കരുത്ത്. നമ്മൾ ഈ സംസ്കാരത്തിൽ ജനിച്ചു വളർന്നവരായിരിക്കും. പറയും ഞാൻ ഹിന്ദു ആയിരുന്നു, ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ കർത്താവ് ശംശാൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ക്ലിയറായി, എന്നെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ഞാൻ ദൈവത്തെ പോലെയാണ്. എനിക്ക് ഒരു ജീവനേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നിത്യ ജീവിതമാണ്. സംശയമില്ലല്ലോ. ആ നിത്യജീവിതമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുനർജന്മം ഉണ്ടാവണേ? സിമ്പിൾ കാര്യമില്ലേ? ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് നമ്മുടെ ആശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഹിന്ദു ആശ്രമങ്ങളിലെല്ലാം ജീവിച്ച് അവർക്ക് ഇതൊക്കെ കേൾക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ഒരു പെണ്ണ് എന്നോട് പറയാണ്, ജർമ്മൻകാരി പറയാണ്, തോമസ് പോളേ, എനിക്ക് നിങ്ങളുടെ നാട്ടിൽ ചെന്നപ്പോഴല്ലേ മനസ്സിലായത്. എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായി, ഞാൻ പണ്ട് ഒരു മൃഗമായിരുന്നു, ഇപ്പം ഞാൻ മനുഷ്യനായി. ഇനി അടുത്ത ജന്മത്തിൽ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആകാം. ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ഈ കുടുംബ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഞാൻ വേറെ ഒരു ജന്മമായിരുന്നുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, അപ്പോൾ അവളുടെ പേര് ക്രിസ്റ്റീന എന്നാണ്. ക്രിസ്റ്റീന. ഞാൻ പറഞ്ഞു, നിൻ്റെ പേര് ക്രിസ്റ്റീന എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ മാമോദിസ സ്വീകരിച്ചിട്ടുള്ളതാണ് അല്ലേ? നീ ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണ്. എന്താണ് നമ്മുടെ ബേസിക് ഫെയ്ത്ത്? ബേസിക് ഫെയ്ത്ത്, നിന്നെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ പോലെയാണ്, സാദൃശ്യത്തിലും ഛായയിലുമാണ്. അതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അതിനു മുമ്പ് എനിക്ക് വേറൊരു ജീവിതം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ്. മനസ്സിലായ? ഇവരെ എവാഞ്ചലൈസ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട്, നിന്നെ ദൈവം സൃഷ്ടിച്ചത് ഇല്ലായ്മയിൽ നിന്നാണ്. ഓഹോ, അത് ശരിയാണല്ലോ. അപ്പോൾ നിന്നെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നിന്നെ നിത്യതയ്ക്ക് വേണ്ടിയാണ്. ക്രിസ്റ്റീന എന്ന ഈ നിന്നെപ്പോലെ മറ്റൊരാളെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവത്തെ സംബന്ധിച്ച് നീ അത്രയ്ക്ക് അമൂല്യമാണ്. നിന്നെപ്പോലെ വേറെ ഒരാളെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഈ ഭൂമുഖത്ത്. മാത്രമല്ല, നിന്റെ ജീവിതം അനന്തതയിലേക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിനക്ക് നിത്യജീവനുണ്ട്. അതിൻ്റെ പ്രാരംഭമാണ് ഇവിടുത്തെ ജീവിതം. ആ നിത്യജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അവസാനിക്കാത്ത ജീവിതമാണ്. പിന്നെ എങ്ങനെ നിനക്ക് പുനർജന്മം ഉണ്ടാവണേ? അത് ശരിയാണല്ലോ. എൻ്റെ തോമസ് പോളെ, 10 വർഷം ഞാൻ ആശ്രമത്തിലായിരുന്നപ്പോൾ ഇതൊക്കെയാണ് പഠിച്ചത്. എനിവേ, നമ്മളിപ്പോൾ അവരൊന്നും കുറ്റം പറയല്ല. നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ അകത്തും ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കരിസ്മാറ്റിക് പ്രീച്ചറായിട്ട് ജനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ ചില സ്റ്റേജിലൊക്കെ പറയാറില്ല, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയൊരു ജന്മം. അത് ഇവിടുത്തെ ഒരു ലാംഗ്വേജാണ്, പക്ഷെ ഒരു കൊളോക്കിയൽ യൂസേജാണ് ഇല്ലേ.
ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ഇയാളുടെ ഭാര്യയായിട്ട് ജനിക്കില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു പെണ്ണിനെ കെട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വളരെ ഇത് ചുമ്മാ ഇങ്ങനെ പറയണതാണ്, അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. അതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷേ ആർക്കെങ്കിലും അതിലർത്ഥമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവൻ്റെ നിത്യജീവനത്തിലുള്ള വിശ്വാസം സീറോ ആയി മാറിയില്ലേ? അപ്പം അങ്ങനെയാണോ ചില ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവണം. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു സഹോദരി പറയാണ്, അവളുടെ ഭർത്താവിന് എന്തോ രോഗമൊക്കെ വന്നപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിരുന്ന ഇപ്പോൾ ഹിന്ദു ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ് ജാതകം നോക്കണം എന്നിട്ട് ജാതകം നോക്കിയപ്പോൾ അയാളുടെ ഭാര്യയുടെ ജാതകവുമായിട്ട് പൊരുത്തില്ല. അതുകൊണ്ടാണ് നിനക്ക് ഈ രോഗങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നീ ആ ഭാര്യയുടെ കൂടെ കിടക്കരുത്. ശരിയായില്ലേ? അപ്പോൾ ഈ വിശ്വാസത്തിൽ നിത്യജീവനിലേക്കുള്ള വിശ്വാസവും ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം നമുക്കില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം നോക്കണേ നമ്മൾ. എന്തൊരു പ്രശ്നമായി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഇങ്ങനെയെല്ലാം ഇതിനെ മറികടക്കാൻ ആവശ്യമായ ഒന്നാണ് നിത്യജീവിതത്തിലുള്ള നമ്മുടെ വിശ്വാസവും. ശരീരത്തിൻ്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുമെങ്കിൽ നമ്മൾ ആരും ജാതകം നോക്കാനോ ഈ പുനർജന്മത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കുകയും അത് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ നിത്യജീവൻ്റെ അനുഭവം തന്നെ നമുക്ക് ലൂക്വാമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ വീണ്ടും എങ്ങനെയാണ്, ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? 998. നിങ്ങൾ ഇത് ബോറടിക്കുന്ന മാതിരി തോന്നുന്നുണ്ടോ? ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ ഈ ക്ലാസ് അങ്ങ് തന്നെ നയിക്കണമേ, അങ്ങ് തന്നെ നയിക്കണമേ യേശുവേ. ഓ പരിശുദ്ധാത്മാവേ സഹായിക്കണേ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? ഇത് ബുദ്ധിമുട്ടുള്ള ക്ലാസ്സാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ പഠിച്ചാൽ നമ്മൾ വിശ്വാസത്തിൽ നല്ല കരുത്തുള്ളവരാവും. ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? 998. ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിലേക്കും തിന്മ പ്രവർത്തിച്ചവർ വിധിയുടെ ഉയർപ്പിലേക്കും. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും. എങ്ങനെ? 999. എങ്ങനെ? മിശിഹ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ടു. എൻ്റെ കൈകളും കാലുകളും കാണുക, ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. പക്ഷേ അവിടുന്ന് ഭൗമിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. അതുപോലെ അവിടുന്നിൽ എല്ലാവരും അവർ ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങളോടെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഈ ശരീരം മഹത്വപൂർണമായ ശരീരമായി രൂപാന്തരപ്പെടും, ആധ്യാത്മിക ശരീരമായി മാറും. നമ്മുടെ ശരീരം ആധ്യാത്മിക ശരീരമായി മാറും എന്ന് പറഞ്ഞാൽ ഒരു രൂപാന്തരീകരണമാണ് സംഭവിക്കുന്നത്. ശരീരത്തിൻ്റെ ഈ ബാഹ്യ രൂപമുണ്ടാവില്ല. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്ന ലേഖന ഭാഗം ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നു. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തോടുകൂടെ ആയിരിക്കും അവർ വരുന്നത്? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, വെറുമൊരു മണി മാത്രമാണ്. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നത് അനശ്വരതയിൽ ഉയർക്കുന്നു. മരിച്ചവർ അനശ്വരരായി ഉയർപ്പിക്കപ്പെടും. എന്തെന്നാൽ നശ്വരമായ ഈ പ്രകൃതി അനശ്വരമായതിനെ ധരിക്കണം.
മർത്യമായ ഈ പ്രകൃതി അമർത്യത ധരിക്കുകയും വേണം. പാഴൂഴിയിലുയരും ശോശാന പൂക്കൾ പോൽ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ ആദാം മക്കൾക്കായി റൂക്കുദിശ നെയ്ത വസ്ത്രം ചാർത്തിയിടുമ്പോൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നശ്വരമായ നമ്മുടെ ശരീരത്തെ അനശ്വരമായ ഒന്നാക്കി മാറ്റും. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, വെറും ഒരു മണി മാത്രമാണ്. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നത് അനശ്വരതയിൽ ഉയർക്കുന്നു. ഈ ഒരു ടേണിംഗ് ആണ് നമ്മുടെ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ശക്തി. അതാണ് അങ്ങനെയല്ല ഏറ്റവും സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഇത് തന്നെയാണ്. കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം. ഇത് സപ്ര പ്രാർത്ഥനയിൽ പല പ്രാവശ്യമുണ്ടില്ലേ? അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നുണ്ട്. പല പ്രാവശ്യമുണ്ട്. അപ്പം ഈ നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നശ്വരമായ ശരീരത്തെ അനശ്വരമാക്കുന്നു. ഇത് നമ്മുടെ പ്രവൃത്തിയാണോ? ഒട്ടുമല്ല, നമ്മുടെ വിശ്വാസമാണ്. ഇവിടെയാണ് യേശുവിൻ്റെ സർവാധിപത്യം. പാപമോചനം ഒരു വശം, എന്നാൽ ആ പാപമോചനത്തിന് ശേഷമുള്ള ഉയർപ്പ് മറുവശം. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പാപമോചനം മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്, അതോടൊപ്പം ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ പങ്കുകൊള്ളലിലൂടെ ഈശോയുടെ മർത്യശരീരത്തെ അമർത്യമാക്കിയ പോലെ നമ്മുടെ മർത്യശരീരത്തെയും അമർത്യമായ ഉയർത്ത ശരീരമാക്കും. ആക്കും എന്ന് പറഞ്ഞാൽ ആ ആളാണ് ഇന്നിവിടെ വന്നേക്കണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഐ ആം, ഞാനാകുന്നു. അതുകൊണ്ടാണ് 1002 പെട്ടെന്ന് വായിക്കാം. 1002 പറയാണ്, അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോടുകൂടി ഉത്ഥാനം ചെയ്തു കഴിഞ്ഞു എന്നതും സത്യമാണ്. എന്തെന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ